ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് BBA കുറിച്ചാണ്. BBA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. നോർമലി സ്റ്റുഡൻസിൻ്റെ ഒക്കെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് കൂടുതൽ പോയിട്ട് BBA എടുക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമുക്കൊരു മാനേജ്മെന്റിന്റെ മേഖലയിലോ അല്ലെങ്കിൽ നമുക്കൊരു അഡ്മിനിസ്ട്രേഷൻ മേഖലയിലൊക്കെ നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, BBA കോഴ്സ് എടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് നോർമൽ BBA ആണ്. ഈ നോർമൽ BBA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഡിഗ്രി മാത്രമാണ്. കൂടുതൽ ഈ ജോബ് ആണ് നമ്മളുടെ ഒരു ലക്ഷ്യം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഫഷണൽ ഡിഗ്രി എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതായത് നമുക്ക് BBAയുടെ കൂടെ നമുക്ക് ഒരു സ്പെഷ്യലൈസേഷൻ മേഖല നമ്മൾ ആഡ് ചെയ്യുന്നത്, അതായത് നമുക്കത് ആഡ് ഓൺ കോഴ്സ് എന്നാണ് പറയുന്നത്. അത് ഒത്തിരി നമുക്ക് ആഡ് ഓൺ കോഴ്സ് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. BBA വിത്ത് ഏവിയേഷൻ എയർപോർട്ട് മാനേജ്മെന്റ്, BBA വിത്ത് ലോജിസ്റ്റിക് ആൻഡ് ചെയിൻ സപ്ലൈ മാനേജ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ ടൂർസ് ആൻഡ് ട്രാവൽ മാനേജ്മെന്റ് വരുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ബിസിനസ് മാത്രമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടി BBA വിത്ത് ബിസിനസ് അനലിറ്റിക് വരുന്നുണ്ട്. അതുപോലെ ഒത്തിരി സ്പെഷ്യലൈസേഷൻ ആണ് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നത്. നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 സർട്ടിഫിക്കറ്റ്സ് നമുക്ക് കിട്ടുന്നതാണ്. ഒന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ്, നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലാണോ പഠിക്കുന്നത് ആ സർട്ടിഫിക്കറ്റ്, പ്ലസ് നമ്മുടെ ആഡ് ഓൺ കോഴ്സ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഈ ആഡ് ഓൺ കോഴ്സ് എടുക്കുമ്പോൾ നമുക്കത് ഡിഗ്രി എന്നുള്ളത് പ്രൊഫഷണൽ ഡിഗ്രി ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമുക്കൊരു ജോലി കിട്ടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഈ നോർമൽ ഡിഗ്രി എടുത്തു എന്ന് വിചാരിച്ച് നമുക്കൊരു ജോലി കിട്ടിക്കൊള്ളണമെന്നില്ല, വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒരു ആഡ് ഓൺ കോഴ്സ് കൂടി സ്പെഷ്യലൈസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ആണെന്ന് പറയുന്നത്. നോർമലി നമുക്ക് കേരളത്തിന് പുറത്ത് വരുന്നത് നമുക്ക് കർണാടക സ്റ്റേറ്റിൽ വരുന്നുണ്ട്. കർണാടക സ്റ്റേറ്റിൽ ബാംഗ്ലൂർ, മൈസൂരൊക്കെയാണ് കൂടുതലായിട്ട് ഇത് ഈ കോഴ്സ് പഠിക്കാൻ നമുക്ക് നല്ലതായിട്ട് വരുന്നത്. അതുപോലെ നമുക്ക് തമിഴ്നാട് സ്റ്റേറ്റിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ എല്ലാ കമ്പനീസിൻ്റെ ഒരു ഹെഡ് വരുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ ഏറ്റവും നല്ലത് നമുക്ക് ലാംഗ്വേജ് സ്കില്ലൊക്കെ ബെറ്റർ ആക്കണമെങ്കിൽ ബാംഗ്ലൂർ പഠിക്കുന്നതാണ് ഈ മാനേജ്മെന്റ് കോഴ്സിന് ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ പ്ലസ് ടു ഏത് സ്ട്രീമാർക്കാണ് എടുക്കാൻ പറ്റുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനി സ്ട്രീമാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത്. അതായത് +2 ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, അതുപോലെ സയൻസ്, എനി സ്ട്രീമാർക്ക് നമുക്ക് ഈ ഒരു കോഴ്സ് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ മിനിമം മാർക്ക് എന്ന് പറഞ്ഞാൽ 50% +2 നിങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് കർണാടക സ്റ്റേറ്റിലാണെങ്കിൽ നമുക്ക് വരുന്ന യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയാണ്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി. അതുപോലെ മൈസൂർ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. നമ്മുടെ തമിഴ്നാടാണെങ്കിൽ നമുക്ക് അണ്ണാ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്. അതുപോലെ ഇതിനൊക്കെ പുറമെ നമുക്ക് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. ഇപ്പോൾ ഏനപ്പോയ ഒക്കെ നമ്മുടെ മംഗലാപുരത്ത് വരുന്ന ഏനപ്പോയ, അതുപോലെ ബാംഗ്ലൂരിൽ വരുന്നുണ്ട് ഏനപ്പോയ, അതുപോലെ എയിംസ്, ഇതൊക്കെ നമ്മൾ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ ഈ യൂണിവേഴ്സിറ്റീസ് എടുക്കുമ്പോൾ അത് UGC അഫിലിയേഷൻ ഉള്ളതാണോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. പഠിക്കാനൊക്കെ വളരെ ഈസി ആയിട്ടുള്ള സിലബസാണ് BBAയിൽ വരുന്നത്. ചെറുതായിട്ട് മാത്തമാറ്റിക്സ് വരുന്നുണ്ട്. നിങ്ങൾ നോർമലി പഠിക്കുന്ന മാത്സ് തന്നെയാണ് വരുന്നത്. അധികം ടഫായിട്ടുള്ള സിലബസ് ഒന്നും അല്ല വരുന്നത് BBAയിൽ. പിന്നെ അതുപോലെ ജോലി കിട്ടാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലായിട്ടുള്ള ഒരു കോഴ്സാണ് BBA. ഫീസ് ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് വളരെ നോർമൽ ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഒരു 3.5 lakh സംതിങ് നമുക്ക് ഫീസ് നമുക്ക് വരുന്നതാണ്. അത് ഡിപ്പെൻസ് ഓൺ കോളേജ്, നിങ്ങൾ എടുക്കുന്ന കോളേജിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എപ്പോഴും നിങ്ങൾക്ക് ഫീസ് വരുന്നത്. അപ്പോൾ ഈ കോളേജുമായോ അതുപോലെ ഈ ഒരു കോഴ്സിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് BBAയുടെ പറ്റിയിട്ടുള്ള അതിൻ്റെ സ്പെഷ്യലൈസേഷൻ ഏരിയയെ പറ്റി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതുപോലെ BBAയിൽ വരുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. ഓക്കെ, താങ്ക് യു.